the ratio test. There are so many tests available to check the convergence of a given series. One of them is ratio test. Let sigma uk be a series of positive terms, and suppose rho equal to limit k tends to infinity uk plus 1 by uk. Sigma uk is a series of positive terms, then rho equal to limit k tends to infinity uk plus 1 by uk, k plus 1 the term by kth term into limit. If rho less than 1, the series converges. If rho greater than 1 or rho equal to plus infinity, the series diverges. If rho equal to 1, the series may converge or diverge. സീരീസിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് എന്ത്, റേഷ്യോ ടെസ്റ്റ്. റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ ഈ റേഷ്യോ ആണ് എടുക്കുന്നത്. ഏത് റേഷ്യോ? യു കെ പ്ലസ് 1 ബൈ യു കെ. അതിൻ്റെ ലിമിറ്റ് കെ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം റോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സീരീസ് കൺവേർജൻ്റ് ഡൈവേർജൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Examine the convergence of the following series. First question, sigma k equal to 1 to infinity k raised to k by k factorial. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഇത് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? യു കെയും വേണം, യു കെ പ്ലസ് 1 വേണം. യു കെ എന്ന് പറയുന്നത് kth ടേം, ഈ സീരീസിൻ്റെ ഗിവൺ ടേം k raised to k by k factorial. യു കെ പ്ലസ് 1 ഈസ് k plus 1 the whole raised to k plus 1 by k plus 1 factorial. അത് യു കെ പ്ലസ് 1 എഴുതാൻ നമ്മുടെ യു കെയിൽ കെ എല്ലാം റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കുക? k plus 1. ഓക്കെ, ദെൻ ഫൈൻഡ് റോ. റോ ഈക്വൽ ടു ലിമിറ്റ് k tends to infinity യു കെ പ്ലസ് 1 by യു കെ. ദറ്റ് ഈസ് ഈക്വൽ ടു k plus 1 ടൈം എന്താണ്? ലിമിറ്റ് k tends to infinity k plus 1 the whole raised to k plus 1 by k plus 1 factorial whole divided by uk, k raised to k by k factorial. ലിമിറ്റ് k tends to infinity ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ അത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം k plus 1 the whole raised to k plus 1 by k plus 1 factorial into 1 by k raised to k by k factorial ആകുമ്പം എന്ത് വരും? റെസിപ്രോക്കൽ k factorial by k raised to k. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k tends to infinity k plus 1 the whole raised to k plus 1 എന്ന് എഴുതാം? k plus 1 the whole raised to k into k plus 1 by k factorial. k factorialന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം സപ്പോസ് 5 ഫാക്ടോറിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് എഴുതിക്കൂടെ? അതായത് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ടൈം വരെയുള്ള ഫാക്ടോറിയൽ ഇൻറ്റു ദാറ്റ്. അപ്പം ഇവിടെ നമുക്ക് k ഫാക്ടോറിയലാണ് ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ k ഫാക്ടോറിയൽ ഇൻറ്റു k പ്ലസ് 1 എന്ന് എഴുതാലോ. k ഫാക്ടോറിയലിൻ്റെ k പ്ലസ് 1 ആണ് k പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ k റേസ് ടു k. ദാറ്റ് ഈസ് ഈക്വൽ ടു k പ്ലസ് 1 ക്യാൻസൽഡ്, k ഫാക്ടോറിയലും k ഫാക്ടോറിയലും കഴിഞ്ഞു. ലിമിറ്റ് k tends to infinity എന്തെടുക്കുക? അവിടെ ഇവിടെ നിന്ന് ഒരു k ഇങ്ങ് ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ k raised to k ഇല്ലേ? അപ്പോൾ k ഔട്ട് സൈഡ് എടുക്കുമ്പോൾ k ഇവിടെ പവർ k ഉണ്ട്. അപ്പോൾ k raised to k ഇൻറ്റു k 1 plus 1 by k. k ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 by k the whole raised to k by k raised to k. That is equal to ആരൊക്കെ ക്യാൻസൽഡ്? k raised to k, k raised to k. That is equal to limit k tends to infinity 1 plus 1 by k the whole raised to k എന്ന് വരും. ലിമിറ്റ് k tends to infinity 1 plus 1 by k the whole raised to k. ഇതാരാണ്? ലിമിറ്റ് k tends to infinity 1 plus 1 by k the whole raised to k. ലിമിറ്റ് k tends to x tends to infinity 1 plus 1 by x the whole raised to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e ആണ്. ലിമിറ്റ് x tends to infinity 1 plus 1 by x the whole raised to x എന്ന് പറഞ്ഞാൽ e. അതായത് നിങ്ങളിവിടെ ഇൻഫിനിറ്റി എടുക്കുകയാണെങ്കിൽ 1 by infinity റേസ് ടു ഇൻഫിനിറ്റി ഒക്കെ വരും, 0 റേസ് ടു ഇൻഫിനിറ്റി ഒക്കെ ആവും. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ
അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/x ദ ഹോൾ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇ ആണ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് 1 + 1/k ദ ഹോൾ റേസ് ടു k, ദറ്റ് ഈസ് ഈക്വൽ ടു ഇ. ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഗ്രേറ്റർ ദാൻ 1, ദറ്റ് ഈസ് റോ ഗ്രേറ്റർ ദാൻ 1. Therefore, by ratio test, the given series diverges. Okay. Next question, sigma k equal to 1 to infinity 2k factorial by k factorial the whole square. First write uk equal to 2k whole factorial by k factorial the whole square, and uk plus 1 equal to എന്ത് വരും? 2 into k plus 1 അല്ലാതെ 2k plus 1 എന്ന് എഴുതരുത്. 2 into k plus 1 factorial by k plus 1 factorial the whole square. Rho equal to limit k tends to infinity uk plus 1 എന്ത് വരും? 2k plus 1 2 into k plus 1 factorial. അപ്പോൾ അതെന്താവും? 2k plus 2 factorial by k plus 1 factorial the whole square. അപ്പോൾ k plus 1 factorial k plus 1 factorial by uk ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം k factorial into k factorial the whole square അല്ലേ? by 2k factorial. ഓക്കെ, it is equal to limit k tends to infinity 2k plus 2 factorial. അതെങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? ഇവിടെ എന്തുണ്ട്? 2k factorial ഉണ്ട്. അപ്പോൾ 2k factorial 2k plus 2 factorial എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ടേംസ് വരുന്നത്? 2k plus 2 factorial എന്ന് പറഞ്ഞാൽ 2k plus 2 തൊട്ടുമുള്ള ടേം 2k plus 1 അല്ലേ? 2k factorial എന്ന് എഴുതിക്കൂടെ? 2k plus 1 1 2 3 4 എക്സെട്ര 2k plus 1 2k plus 2 എക്സെട്ര അല്ലേ വരുന്നത്? 2k plus 2. ഓക്കെ, അപ്പം എന്തെഴുതാം? 2k plus 2 factorialനെ 2k factorial into 2k plus 1 into 2k plus 2. തെറ്റിപ്പോകരുത്. ഇവിടെ 2 ഇൻറ്റു അങ്ങനെ കോമൺ ഒന്നും എടുത്ത് എഴുതരുത്. 2k plus 2 factorialനെ എന്തെന്ന് എഴുതാൻ പറ്റും? 2k factorial into 2k കഴിഞ്ഞ നെക്സ്റ്റ് ടൈം 2k plus 1 ഇൻറ്റു 2k plus 1 കഴിഞ്ഞ നെക്സ്റ്റ് ടൈം 2k plus 2. അപ്പം നമുക്ക് ക്യാൻസൽ ആക്കത്തക്ക രീതിയിൽ ടൈം എന്തുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഫാക്ടോറിയലിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ. ഓക്കെ, ഇൻറ്റു k factorial by ഇവിടെ നോക്ക് k plus 1 factorial. ന്യൂമറേറ്ററിൽ ആരുണ്ട്? k factorial. അപ്പോൾ k plus 1 factorial എന്താണെന്ന് എഴുതാം? ന്യൂമറേറ്ററിലുള്ള k factorial ഇൻറ്റു k factorial കഴിഞ്ഞ് അടുത്ത ടൈം തന്നെയാണ് k plus 1. അപ്പോൾ അത് മാത്രം മതിയല്ലോ. അടുത്ത again k factorial ഇൻറ്റു k plus 1. അങ്ങനെ ഇവിടെ 2 k plus 1 factorial ഉണ്ട്. ഇൻറ്റു 2k the whole factorial. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k tends to infinity. ആരൊക്കെ ക്യാൻസൽ ആവും നോക്കി? 2k factorial 2k factorial k factorial k factorial k factorial k factorial. ന്യൂമറേറ്ററിൽ എന്തുണ്ട്? 2k plus 1 2k plus 2 2 ഔട്ട്സ് എടുത്ത് 2 ഇൻറ്റു k plus 1 by k plus 1 ഇൻറ്റു k plus 1. ഓക്കെ, ക്യാൻസൽ ആവുമല്ലോ k plus 1 k plus 1. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k tends to infinity 2 ഇൻറ്റു 2k plus 1. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു k ഇങ്ങനെ ഔട്ട് സൈഡ് എടുത്താലോ? ഇതിന് k എടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതും? 2 plus 1 by k by k ഇൻറ്റു k വന്നു കഴിഞ്ഞാൽ 1 plus 1 by k. k ക്യാൻസൽ. ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്തേ. ലിമിറ്റ് കേക്ക് ഇൻഫിനിറ്റി എടുക്കുമ്പോൾ 2 plus 1 by infinity by 1 plus 1 by infinity. 1 by infinity എന്താകും? 0. അപ്പോൾ 2 ഇൻറ്റു 2 plus 0 by 1 plus 0. 2 plus 0 2 2 ഇൻറ്റു 2
equal to 4. 4 greater than 1. Then by ratio test, the given series diverges. ഈ ഫാക്ടോറിയൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യണം. 2k+2 ഫാക്ടോറിയലൊക്കെ വരുമ്പോൾ നടത്ത് നല്ല മിസ്റ്റേക്ക് വരും. നിങ്ങളതിനെ 2 × k+2 ഫാക്ടോറിയൽ k+1 ഫാക്ടോറിയൽ എന്നൊക്കെ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്മ k = 1 to infinity k+4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു k ഫാക്ടോറിയൽ ഇൻറ്റു 4 k. ഓക്കെ. Then first write uk equal to k+4 factorial by 4 factorial into k factorial into 4 k. Okay. Then uk plus 1 എങ്ങനെ കിട്ടും? kക്ക് എന്ത് കൊടുക്കണം? k plus 1. അപ്പം എന്താകും? k plus 1 plus 4 whole factorial by 4 ഫാക്ടോറിയൽ തന്നെ. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? k ഫാക്ടോറിയൽ എന്ത് എഴുതാം? k+1 ഫാക്ടോറിയൽ ഇൻറ്റു 4k+1. ഓക്കെ. ദെൻ റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി uk plus 1 എന്ത് വരും? k+1 plus 4k+5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു k+1 ഫാക്ടോറിയൽ ഇൻറ്റു 4k+1. uk+1 ബൈ uk ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇൻറ്റു എന്ത് വരും? 4 ഫാക്ടോറിയൽ k ഫാക്ടോറിയൽ 4k ബൈ k+4 ഫാക്ടോറിയൽ. ഓക്കെ. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k+5 ഫാക്ടോറിയൽ. നമുക്കിവിടെ k+4 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ എന്തെഴുതാം? k+5 ഫാക്ടോറിയലിനെ k+4 ഫാക്ടോറിയൽ ഇൻറ്റു k+5. 4 ഫാക്ടോറിയലും ഈ 4 ഫാക്ടോറിയലും ക്യാൻസൽ ആകും. ഇവിടെ ഇൻറ്റു 4k ബൈ k+1 ഫാക്ടോറിയലിനെ ന്യൂമറേറ്ററിൽ k ഫാക്ടോറിയൽ ഉണ്ട്. k ഫാക്ടോറിയൽ ഇൻറ്റു k+1 4k എന്ന് എഴുതാം. k+1നെ 4k ഇൻറ്റു 4. ഓക്കെ. ഇൻറ്റു ഇവിടെ ഒരു എന്തും കൂടെ ഉണ്ട്, k+4 ഫാക്ടോറിയൽ. അപ്പോൾ ആരൊക്കെ ക്യാൻസലാവും? k+4 ഫാക്ടോറിയൽ k+4 ഫാക്ടോറിയൽ 4k ഇവിടെ ഒരു k ഫാക്ടോറിയൽ കൂടെ ഉണ്ടായിരുന്നല്ലോ. k ഫാക്ടോറിയൽ ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ k+5 ബൈ ഡിനോമിനേറ്ററിൽ 4 ഇൻറ്റു k+1. ഓക്കെ. ഇവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യരുത്. എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഓരോ kകൾ കോമൺ എടുക്കുക. ഔട്ട്സ് എടുക്കുമ്പോൾ k ഇൻറ്റു ഇതിനെന്തെന്ന് എഴുതാം? k ആകുമ്പോൾ 1 + 5/k ബൈ 4 ഇൻറ്റു k+1ന് എന്തെന്ന് എഴുതാൻ പറ്റും? k ഔട്ട്സ് എടുക്കുകയാണെങ്കിൽ k ഇൻറ്റു 1 + 1/k. ഓക്കെ. k cancelled. That is equal to limit k tends to infinity 1/4 into 1 + 5/k by 1 + 1/k. Okay. That is equal to 1/4 into k infinity എടുക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? 1 + 5/infinity by 1 + 1/infinity. That is equal to 1/4 into 5/infinity എന്ത് വരും? 5/infinity 0 by 1 + 1/infinity 0. 1/infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 0 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 1/4 which is less than 1 അല്ലേ? 1/4 less than 1. Then by ratio test the given series converges. Convergence of the series 3/4 plus 3 × 4/4 × 6 plus 3 × 4 × 5/4 × 6 × 8 plus 3 × 4 × 5 × 6/4 × 6 × 8 × 10 plus etc. ഓക്കെ. അപ്പം ഈ സീരീസിൻ്റെ കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം നമ്മൾ എഴുതുന്ന u1
u1 ഈക്വൽ ടു എന്താണ് 3/4. u2 എന്ത് വരും 3 × 4/4 × 6. u3 3 × 4 × 5/4 × 6 × 8. അങ്ങനെയാണെങ്കിൽ kth ടേം യു കെ എന്ത് വരും? ഓക്കെ, 1 ആയപ്പം 3 ആയി, 2 ആയപ്പോൾ 4 ആയി, 3 ആയപ്പോൾ 5 ആയി. അങ്ങനെയാണെങ്കിൽ കെ ആകുമ്പോൾ എന്ത് വരും? 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് 3 കിട്ടി, 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് 4 കിട്ടി, 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ കെയുടെ കൂടെ എത്ര ആഡ് ചെയ്യണമായിരിക്കും? ലാസ്റ്റ് ടൈമിന് ന്യൂമറേറ്ററിലെ കെ പ്ലസ് 2, 3 × 4 × 5 × എക്സെട്ര കെ പ്ലസ് 2. ഓക്കെ, ബൈ ഡിനോമിനേറ്റർ നോക്കേ 4. 1 ആയപ്പോൾ 4, 2 ആയപ്പോൾ എന്തായി 6 ആയി, 3 ആയപ്പോൾ 8 ആയി. അപ്പോൾ എന്ത് പറയാൻ പറ്റും? 4 × 6 × 8 × എക്സെട്ര എന്ത് വരും? കെയുടെ കൂടെ 1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, എന്നിട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 4 ആകില്ലേ? അതുപോലെ തന്നെ ഇവിടെ 2ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് 1 × 2 ആയി, പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 2 4 + 2 6. ഇവിടെ ആണെങ്കിലോ 3ൻ്റെ കൂടെ 2 + 2, അപ്പോൾ എന്തായി? 3 × 2 6 + 2 8. അപ്പോൾ എന്ത് വരും? 2 × k + 2, അപ്പോൾ 2k + 2. ദിസ് ഈസ് ദ kth ടേം. ദെൻ k + 1 ടേം uk + 1 ഈക്വൽ ടു 3 × 4 × 5 × എക്സെട്ര k + 2 × എന്താവും? ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് k + 1 + 2 ബൈ 4 × 6 × 8 × 2k + 2 × 2 × kയുടെ അടുത്ത് k + 1 + 2. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 3 × 4 × എക്സെട്ര k + 2 × k + 3 ബൈ 4 × 6 × 8 × എക്സെട്ര 2k + 2 × 2k. ഇവിടെ എന്ത് വരും? 2k + 2 + 2, അപ്പോൾ 2k + 4. ദെൻ റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk + 1. uk + 1 എന്ത് വരും? 3 × 4 × എക്സെട്ര k + 2 × k + 3 ബൈ 4 × 6 × 8 × 2k + 2 × 2k + 4 ബൈ uk വേണം. uk ഇതാണ്, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അപ്പോൾ എന്ത് വരും? 4 × 6 × 8 × 2k + 2 ബൈ 3 × 4 × 5 × എക്സെട്ര k + 2. ആരെ ക്യാൻസലായി? 3 × 4 × k + 2, 3 × 4 × k + 2, 4 × 6 × 8 × 2k + 2. അവിടെ വരെ ക്യാൻസൽ ആവുമല്ലോ. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി k + 3 ബൈ 2k + 4. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ടേക്കിംഗ് k. അപ്പോൾ k × 1 + 3/k ബൈ k × 2 + 4/k. ഓക്കെ, k ക്യാൻസൽഡ്. അപ്ലൈങ് ലിമിറ്റ് kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 + 3/∞ + 2 + 4/∞. ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 + 3/∞ + 2 + 4/∞. 1 + 0/2 + 0 എന്തായി? 1/2, വിച്ച് ഈസ് ലെസ് ദാൻ 1. റോ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് എന്ത് ചെയ്യും? കൺവെർജസ്. Therefore the series converges.